ഒരു 5 ഉറുപ്പ്യ ഒരു മനുഷ്യൻ എനിക്ക് തരുന്നില്ല. എല്ലാവരും പറയുന്നു ഇന്നലെയാണേ നോക്കാനും, ചിലർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടാണേ നോക്കാം. ഇതൊക്കെയാണല്ലോ നമ്മൾ ഒയ്യാൻ പറയുന്ന വർത്താനം. അവസാനം പെണ്ണുങ്ങളെ കയ്യിലുള്ളതും മോളെ കഴുത്തിലുള്ളതും കൂടി വിറ്റ് ഞാനൊരു 65 ഉറുപ്പ്യ എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിലെത്തി. അവര് പറഞ്ഞു ഒന്നെങ്കിലും അടയ്ക്കാതെ ഓപ്പറേഷന് കേട്ടൂല, ഡോക്ടർ സമ്മതിക്കൂല. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ തെറി പറഞ്ഞ എന്റെ അയൽവാസി ഉണ്ട് മഗ്‌രിബിന് ശേഷം ഓടി വരുന്നത്. ഓൻ എന്നെ നോക്കി സലാം പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോ പറഞ്ഞ് പെണ്ണുങ്ങൾ ഇപ്പോഴാണ് എന്നോട് വിവരം പറഞ്ഞ് അകത്ത് ചെന്ന് എന്റെ മോനെ കണ്ട് ഓനൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് ഓന്റെ കൈമെച്ച് എന്നെന്തോ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊടുത്ത് പുറത്തു വന്ന് ഓനോട് ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞ്. അപ്പൊ ഞാൻ മനസ്സില്ലാ മനസ്സോട് ഓനോട് പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നാ, ഇത്ര പൈസ വേണമെന്നൊക്കെയാ പറയുന്നത്. വർത്താനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്ക് ഓനോന്റെ അരേന്ന് ഒരു വെള്ള പേപ്പറിൽ, അതായത് മുഷിഞ്ഞ ഒരു പത്ര പേപ്പറിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം എന്റെ കൈമ തന്നു. ഈ മനുഷ്യൻ പറയാ ഞാൻ അത് എടുത്തു നോക്കിയപ്പോ ഒരു മനുഷ്യന്റെ വേർപ്പ് വറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കിയിട്ട 500 ഉറുപ്പ്യന്റെ ഒരു കെട്ടു നോട്ട. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്തുണ്ടോ എന്ന സ്ലിപ്പുള്ള നോട്ടല്ല. ഒരു മനുഷ്യൻ നയിച്ചിട്ട് കിട്ടിയിട്ട് വേർപ്പ് പറ്റിയ ഒരു പണം ഉണ്ടല്ലോ, കണ്ടറിയുന്ന ആ പൈസ തലയും വാലുമില്ലാണ്ട് തിരിച്ചും മറച്ചും വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കി കൊണ്ടുവന്നൊരു പൈസ. 50,000 ഉറുപ്പ്യന്റെ ആ കെട്ടോന്റെ കൈമ തന്നിട്ട് പറഞ്ഞു വേഗം ഓപ്പറേഷനുള്ള ബാക്കി നോക്കിയെന്ന്. എന്നിട്ട് ഇയാൾ പറയാ ഞാൻ അന്ന് ഓന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തു പോയത് ഓർത്തോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അവനോന്റെ കൈ പിടിച്ചിട്ട് പറയാൻ കിട്ടാന്ന് വിങ്ങിപ്പൊട്ടിയപ്പോ ഓൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, പറ്റിയത് എന്റെ മോനാണെങ്കിലും ഓൻ എന്റെ മോനും കൂടിയാ, എന്റെ മക്കളപ്പരവും കളിക്കല്. മനുഷ്യരെ ഒരാളെ നമ്മള് നാവ് കൊണ്ട് കരയിപ്പിക്കരുത്, സ്നേഹം കൊണ്ട് കരയിപ്പിക്കണം. എന്നാൽ മരിച്ചാലും ആ മനസ്സുണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് ദുനിയാവിൽ കുറെ പറഞ്ഞുണ്ടാക്കിയിട്ടും നാട്ടുകാരെ വെറുപ്പിച്ചിട്ടും പിന്നെ കുറെ നിസ്കരിച്ചും നോമ്പുമായിട്ട് നടന്നിട്ടൊന്നും കാര്യമല്ല. അത് മക്കളായാലും ശരി, മരുക്കളായാലും ശരി, ഉമ്മാരായാലും ശരി, അയൽവാസികളാണെങ്കിലും ശരി. അല്ലെങ്കിൽ ഈ പേച്ച നാവ് പടച്ചം പെയ്തെടുത്ത് കളയും. കുറച്ചും കൂടി മുൻപോട്ട് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ പറ്റിയത് വല്ലാത്തൊരവസ്ഥ, ഒരു രക്തത്തിന്റെ പുഴ. ആ രക്തം ആ വെള്ളം ഇങ്ങനെ രക്തം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ആ രക്തത്തിന്റെ പുഴയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി വരിക. നീന്തി റസൂലുള്ളയും ജിബ്രീലും നിൽക്കുന്ന കരയിലേക്ക് കയറി വന്നു. ആ മനുഷ്യന്റെ വയറൊട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ആ മനുഷ്യൻ പറഞ്ഞാൽ ഒരല്പം വെള്ളം വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഞാൻ നോക്കി നിൽക്കെ എന്റെ അരികിലുള്ള മലക്ക് അവിടെയുള്ള ഒരു കരിങ്കല്ലിന്റെ കഷണമെടുത്ത് വെള്ളം ചോദിച്ചവന്റെ വായിലേക്ക് വലിച്ചെറിയും. ഏറിന്റെ ശക്തി കൊണ്ട് ആ കല്ല്, വായിലൂടെ പോകുന്ന കല്ല് പിൻദ്വാരത്തിലൂടെ നിലത്തു വീഴും. അത്ര ശക്തിയിലെറിയുന്നത്. പ്രാണവേദനയോടെ ആ മനുഷ്യൻ വീണ്ടും ആ പുഴയിലേക്ക് ചാടും, മറുകരയിലേക്ക് നീന്തും. അവിടുന്ന് ഏറ് കിട്ടും. അവസാനം ഏറ് കിട്ടി ഒരു കരയിലും സമാധാനം കിട്ടാതെ രക്തം കുടിച്ച് കിടക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാണ് ജിബ്രീലെ അവൻ ചെയ്ത കുറ്റെന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞു, നബിയേ ഫഇന്നഹു ആക്കിലു റിബ, പലിശ തിന്നോനാണ് നബിയേ. അതോടൊപ്പം ഉലമാക്കൾ രേഖപ്പെടുത്തി ആക്കിലുൽ ഹറാം, തിന്നുന്നതിൽ ഹക്കും ബാത്തിലും നോക്കാത്ത, കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നതിൽ നേരും നെറിയും നോക്കാത്ത, എങ്ങനെങ്കിലും മുതലുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് കുടുംബം പോറ്റുന്ന, ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം സൗകര്യം വലുതാക്കുന്ന, ഉള്ളു ചെന്ന ഒരു വണി വറ്റ് 40 ദിവസത്തെ ഇബാദത്ത് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കൂലാണ്. ആ വറ്റുകൊണ്ട് വളർന്ന രക്തവും നീരും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇന്ന് ആളുകൾക്ക് ഹക്കും ബാത്തിലൊന്നും ഒരു രംഗത്തുമില്ല, നേരും നെറിയും സമ്പാദിക്കുന്ന വിഷയത്തിലില്ല. അതുകൊണ്ട് ആർക്കും ആരെയും പറ്റിക്കാന്നായത്. ദീന് പോലും ജനങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും. എന്തെളുപ്പാന്നറിയോ? ദീന് പറയുന്നവർക്ക് പോലും ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പാ. ഞാനിപ്പോ നിങ്ങളോട് കുറെ ആൾക്കാരോട് പറയാതാ ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ ഓരോരുത്തരും 1 ലക്ഷം ഉറുപ്പ്യ വീതം തന്നാ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര ലാഭം തരും. പറയുന്ന ആരാ? മൊയ്ലിയാരി. അപ്പൊ നിങ്ങളും വിചാരിക്കും അത്യാവശ്യം ലാഭം ഉണ്ടാക്കാം, കൊണ്ടുത്തരും. ഞാൻ എന്ത് ബിസിനസ്സാ? ഹോട്ടൽ ബിസിനസ്. ഞാൻ എന്റെ ഒരു ആയുസ്സിൽ MBA പോയിട്ടില്ല. ഒരു ഹോട്ടലിലേക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയൂല. എന്തെങ്കിലും ഒരു ഹോട്ടലിന്റെ ക്യാഷിൽ ഇരുന്നിട്ട് എനിക്ക് പരിചയമില്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്ത് ബിസിനസ് എടുത്തത്? ഹോട്ടൽ ബിസിനസ്. എന്നിട്ട് ഞാൻ ആരൊക്കെ കണ്ടു? 10 ആളെ കണ്ടു, 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി.
അവസാനം ഇത് പൊളിയും. കാരണം എനിക്ക് വിവരമല്ല. പിന്നെ എന്താ നിങ്ങൾ ഇന്ന പൈസ ഏൽപ്പിക്കാനുള്ള കാരണം? എന്റെ വിശ്വാസം, ഞാൻ പ്രാസംഗികനാണ്, ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നവനാണ്, ഞാൻ അങ്ങനെ പറ്റിക്കൂല എന്നുള്ള തോന്നൽ. പക്ഷെ ഞാൻ എന്താ ചെയ്ത് അറിഞ്ഞൂടാത്തൊരു ബിസിനസ്സിലേക്ക് നിങ്ങളെ പൈസ വാങ്ങി. അതെനിക്കും ഹലാലാവൂല. അറിയാണ്ട് വാങ്ങി തിന്ന് അതിന്റെ ലാഭം വിചാരിച്ച് തിന്നുകൂട്ടുന്ന നിങ്ങൾക്കും അത് ഹലാലാവൂല. ഇത് പൊളിയുമ്പോ എല്ലാരും പറയാ, അതുവരെ ആരോടും പറയൂല. പൊളിയുന്നതിന്റെ മുൻപ് ആൾക്കാരിങ്ങനെ ന്യായീകരിക്കും. ഷെയ്ഖുന അഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഏത് ഷെയ്ഖ്? ഈജിപ്തിന്റെ ഏതോ മൂലക്കെടുക്കുന്ന ഒരു ഷെയ്ഖിന്റെ പേരും വെച്ചിട്ടായിരിക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകുക. അവസാനം പൊളിഞ്ഞു എന്നറിയുമ്പോ പറയും ഇവിടെ പൈസയൊക്കെ പോയി. പിന്നെ അത് അടക്കി പിടിച്ച് വേർപ്പ് മുട്ടിയിട്ട് ഇന്നെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, അതിനെതിരെ നമുക്ക് വീഡിയോ ഇറക്കണം കേട്ടോ. കൊടുക്കുമ്പോ ഇവിടെ അല്ലേ ഉണ്ട്, അന്തേ ചോദിക്കാത്ത. അപ്പൊ കിട്ടാനുള്ളതായി മനുഷ്യന്മാർ ആർത്തിയ മനുഷ്യന് ദുനിയാവിൽ വാരി പിടിക്കാൻ. ഒരാളെ നെഞ്ചകം പൊള്ളിച്ചൊരു രൂപ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കഴിക്കുന്നത് ഹലാലാവൂല എന്നല്ല പടച്ചോൻ പറഞ്ഞു. മരിച്ചാൽ പോലും പടച്ചോൻ ആ മയ്യത്ത്, ആ ആത്മാവിനെ സ്വീകരിക്കൂലെന്നാ. എന്തുകൊണ്ടാ ഒരാള് വഫാത്താകുന്ന മരിക്കുന്ന സമയത്ത് ഓന്റെ കടം ഒന്നെങ്കിൽ ഏൽപ്പിക്കണം, എഴുതി വെക്കണം. ഇനി വാപ്പയാണ് മരിച്ചതെങ്കിൽ ആ കടം വീട്ടിയിട്ട് ബാക്കി സ്വത്ത് വീതിക്കാവെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുതല് ഒരാളോട് കടം വാങ്ങി പറ്റിച്ചിട്ടുണ്ടാക്കിയാൽ പോലും ഖബറിൽ സ്വൈര്യം കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഖബറിൽ കിടക്കുന്നവന്റെ തൊലിന്റെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. റസൂല് ചോദിച്ചത് ആരുതാണെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, കടം വാങ്ങി എഴുതി വെക്കാതെ, വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങിയത് ഏൽപ്പിച്ചു കൊടുക്കാതെ മരിച്ചുപോയ വ്യക്തികളുടെ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കടണ്ടോന്നാ. ഇന്ന് കട ആരും ചോദിക്കൂല, പൊരുത്തം വാങ്ങും എല്ലാവരും. മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്നിട്ട് പറയുന്നത് കാണാം, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അപ്പൊ ആരോ പറഞ്ഞു കടത്തിന്റെ പറയുന്നു. അപ്പൊ ആരോ ഒന്ന് പിന്നാ ഭാഗത്ത് പറഞ്ഞുന്നാ, ഈ കടം മരിച്ച വ്യക്തിയുടെ കടം മൂത്ത മകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ബേക്കിൽ ഒരാൾ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, ജബ്ബാറിന്റെ എങ്കിലും തന്നാ മതി, അതിനോ പോയിൽ കൂട്ടിയാൽ മതി. അതാവസ്ഥ. അനുഭവം ഉള്ളതുകൊണ്ട് പറയാ. അപ്പൊ ആരോടും കൂടിയാ പറയുന്നത്, എന്തെങ്കിലും ഒരു ഉറുപ്പ്യന്റെ എഴുതി വെച്ചോളിട്ടോ, അല്ലെ കബർ നഷ്ടപ്പെട്ടു, ആഹാരം തൊലഞ്ഞു. ഉമ്മാരോടും കൂടിയാ പറയുന്നത്. മീൻകാരനോട് 40 റുപ്യക്ക് അയില വാങ്ങി, 50 റുപ്യക്ക് അയില വാങ്ങി 40 പോയിട്ട് 10 തരട്ടോ എന്ന് പറഞ്ഞാൽ ആ 10ന്റെ പേരിൽ പടക്കം വിടൂലെന്നാ. അല്ലെ നിങ്ങൾ പറയണ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്ക് 10 ഞാൻ തരൂലട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാ, ഒരു മരിച്ച മനുഷ്യന്റെ അനന്തര സ്വത്ത് ആദ്യം നിങ്ങൾ വിൽക്കി, എന്നിട്ട് അവന്റെ കടം വീട്ടി ബാക്കി നിങ്ങൾ മക്കൾക്ക് വീതിച്ചാ മതി. അങ്ങനെയൊക്കെ പഠിച്ചൊരു മുസൽമാന്റെ കുടുംബത്തിൽ വാപ്പ മരിച്ചപ്പോ വാപ്പാക്ക് കടണ്ട്. ഒരാഴ്ചയും 2 ആഴ്ചയും കഴിഞ്ഞ് 3ാമത്തെ ആഴ്ച കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു, മോന്റെ അടുത്ത് മൂത്തോനോട് ചോദിച്ചു, വാപ്പക്ക് കുറച്ച് കടണ്ട്, അതിന് ഇടപാട് നമ്മളുമായിട്ട്. ഓൻ ചോദിച്ചു, വാപ്പക്ക് എന്തിനാ അങ്ങനെ ഒരു ഇടപാട്? വാപ്പക്ക് എന്ത് ചെലവാള്? ഒരന്റെ ചെലവ് അനിയനല്ല നടത്തുന്നത്, പിന്നെ വാപ്പക്ക് എന്ത് ചെലവ്? എന്റെ മറുപടി കേട്ടപ്പോഴേ കൊടുത്തോന് മനസ്സിലായി മൂത്തോൻ തരൂല. 2ാമത്തോന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു, വാപ്പ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് വാപ്പ അത് എവിടെ ചെലവാക്കി? ഓന്റെ ചോദ്യം അത്. 3ാമത്തോൻ പറഞ്ഞു, പൊരയിലെ ചെലവ് ഞാനാ നടത്തുന്നത്. പിന്നെ വാപ്പ പെങ്ങൾമാരുടെ അടുത്തേക്ക് പോകാനും പറ്റൂല, കാരണം മുപ്പത്തി അറിഞ്ഞിട്ട് തന്നെയല്ല. അവസാനം ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് ഫത്വ ചോദിക്കുക, നമ്മൾ മനസ്സിൽ വെറുത്ത് പൊരുത്തപ്പെട്ടു കൊടുത്ത ആ മനുഷ്യന്റെ ഖബർ നന്നാകുമോ? വാപ്പ എഴുതി വെച്ചിട്ടില്ല, വാപ്പ എഴുതി വെച്ചിട്ടില്ല. സ്വന്തം ഖബർ പോലും നന്നാവാതായി പോയി. അതുകൊണ്ടാ ചെറുതാണെങ്കിലൊക്കെ ഒന്ന് എഴുതിയേക്കണേ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാലേ കുറച്ച് നിസ്കരിക്കലും നോമ്പൊലിക്കലും നാട്ടു സൽപ്പേരുണ്ടാക്കലും അല്ല. നാളെ ആഖിറത്തിലേക്കുള്ള മടക്കൊന്ന് എളുപ്പാക്കല, മരണം ഒരു സമാധാനത്തിലാക്കല. മരണം സമാധാനപ്പെടുത്തുന്നതിനേക്കാളും വലിയൊരു ഇൽമ്, അതിനേക്കാളും വലിയൊരു സമ്പാദ്യവും ദുനിയാവെന്ന് കൊണ്ടുപോകാനുമില്ല. ആകെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത് 3 വെള്ളത്തുണിയാ. ആകെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് ചെലവ് എത്രയാണെന്നറിയോ? 700 റുപ്യേ ഉള്ളൂ. ഒരു 3 വെള്ളത്തുണിക്ക് അത്രയേ പള്ളിക്കാർ കണക്കാക്കലുള്ളൂ. 700 റുപ്യന്റെ യാത്ര 7000 കോടി കൊടുത്താലും തീരാത്തൊരു ഖബറാണെങ്കിൽ, ആ യാത്ര ഏറ്റവും അപമാനിക്കപ്പെട്ട രീതിയിലായി പോയിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ ദുനിയാവിൽ വലിയ അപമാനത്തിൽ മരിച്ചു എന്നോലായിരിക്കും ഞാനും നിങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ നേരും നിറയും നമ്മളെ മുതലൊക്കെ ഒന്ന് ചിന്തിക്കണം. ആരെങ്കിലും എന്തെങ്കിലും സങ്കടപ്പെടുത്തി, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ കഴിഞ്ഞ റമദാനിലും കണ്ട്, ഞാൻ പറഞ്ഞില്ലേ ദീന് കച്ചവടാക്കാന്ന്. ഞാൻ ഇന്ന് ഒരു മജ്ലിസ് തുടങ്ങുക, നിങ്ങളോടൊക്കെ പറയാം, ആ മജ്ലിസ് തുടങ്ങാണ് കേട്ടോ, എല്ലാവരും 8 to 8 വരെ ഇരിക്കുക. മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ മുൻപിലോ, ഇനി ഫോണിന്റെ തായോ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചാൽ മതി, ഞാൻ ഫോണൊന്ന് ഊതിക്കോളാം. അതാപ്പം നടക്കുന്നത്. ഫോണ് കൂടിയ ദർശനം. എന്നിട്ട് അവസാനം പറയാണ്, മക്കയിലേക്ക് ഇന്ന സ്വലാത്ത് 4 എണ്ണം 150 എണ്ണം, ഒരു സ്വലാത്തിന് ഇത്ര പൈസ, ഗൂഗിൾ പേ നമ്പറും ഉണ്ട് ഇപ്പോഴത്തെ സ്വലാത്തിന്റെ അടിയിലൊക്കെ.
അതിനേക്കാളും ലേറ്റസ്റ്റ് മോഡൽ അതാ കോഴിക്കോടും ഒരു ഭാഗത്ത് ഒരു ചുമരുമേൽ എഴുതി വെച്ചിട്ടുണ്ട്, മദീനയിലേക്ക് 1 കോടി സ്വലാത്ത്, ഒരു സ്വലാത്തിന് 1000 റുപ്യ എങ്ങാനാ. ഇത് എങ്ങനെയാ കൊടുത്തയക്കാന്ന് അള്ളാഹു ആയാലും, കാറിലാണോ ഇനി അതല്ല ഫ്ലൈറ്റിലാണോ? മനുഷ്യന്മാർക്ക് ചൂഷണം ചെയ്യാനുള്ള മാർഗങ്ങൾ. ഹക്കല്ലാത്ത 1 ഉറുപ്യ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നമ്മളെ ജീവിതം ഉണ്ടെങ്കിൽ ആർത്തി തീരാത്ത നമ്മളെ വയറ് പടച്ചോൻ ചോര കൊണ്ട് നിറയ്ക്കുന്ന, മതി വരാത്ത ചോര കൊണ്ട്. ഒരു മുസ്ലിമിന് ഏറ്റവും ഭംഗിയിൽ മരണത്തിന്റെ മുൻപ് പറയാൻ പറ്റണം, ഒരു ബാധ്യത എനിക്കില്ല, ഒരു ബാധ്യത എനിക്കില്ല. ഒരാൾ 1 ഉറുപ്പ്യന്റെ കൂടെ കൂടിയിട്ടില്ല, ഒരാൾക്ക് 1 ഉറുപ്പ്യ ഞാൻ കൊടുക്കാനുമില്ല. അത് പറഞ്ഞു മരിച്ച ഒരു വ്യക്തിനെ, ഒരു വാപ്പാൻ എന്റെ കൺമുൻപിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന്റെ 4 ദിവസം മുൻപ് അദ്ദേഹം പറയാ, 1 ഉറുപ്പ്യ എനിക്ക് കൊടുക്കാനുമില്ല, 1 ഉറുപ്പ്യ എനിക്ക് കിട്ടാനുമില്ല. അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എന്റെ മയ്യത്തിന്റെ പൈസയാണ്, അതിന്റെ മോന് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അതൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞ. അല്ലാണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാ ഖുർആൻ ക്ലാസ് പോയാലും അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കലൊന്നും അല്ല. ഞാൻ കുറ്റം പറയല്ലോ. മരണം എളുപ്പമാകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം തരുന്ന കഷ്ടപ്പാടാ. കുറെ മുതലില്ലാണ്ടായ സമാധാനം കിട്ടൂല, കിട്ടും. കുറെ മുതലുണ്ടായാലോ ഉള്ള സ്വസ്ഥത പോകും, പിന്നെ ആ മുതലിനെ പറ്റിയിട്ടുള്ള ചിന്തയാവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. ആ മരണം ഏത് സെക്കൻഡും നിങ്ങളീ കാത്തിക്കുന്നുണ്ട്. ഇനി അവസാനം നമ്മൾ ഒരിക്കൽ കൂടി കാണും. ഈ സംസാരിച്ച ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കണം. പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ കാണും. അത് പടച്ചോന്റെ മഹ്ശറ എന്ന എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടേ പടച്ചോ നിങ്ങളെ വിചാരണ